ലോകത്ത് മനുഷ്യത്വം തൊട്ടുതിണ്ടിട്ടില്ലാത്ത ലോകജനത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരുവനെ കൊന്നുതള്ളിയെന്ന് ഇസ്രായേലിനെതിരെ ഇറാൻ ഏറ്റവും കൂടുതൽ ശക്തമായ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിനെ എന്തുകൊണ്ട് ഇസ്രായേൽ തള്ളിക്കളയുന്നില്ല? ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിനെ അഭിസംബോധന ചെയ്യുന്ന യോഗത്തിൽ എന്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യക്ഷപ്പെടുന്നില്ല? നെതന്യാഹു ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവർ അനേകമാണ്. അതിന് കാരണമാകുന്നത് നെതന്യാഹു കൊല്ലപ്പെടുകയാണെങ്കിൽ അതൊരു യുഗത്തിൻ്റെ അന്ത്യമാണ്. കൃത്യമായി പറഞ്ഞാൽ പലസ്തീനിനകത്തുള്ള ഗാസയിലും സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ അതൊരു വഴിത്തിരിവാകുമെന്ന് കരുതുന്നവർ നിരവധിയാണ്. ഇറാന് അങ്ങനെ സാധിച്ചുവെങ്കിൽ അമേരിക്കയുടെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും ഒക്കെ നെറികെട്ട നയങ്ങൾക്കെതിരെ ഇറാൻ പോരാട്ടവീര്യം തുടരുന്നു. അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നതിൻ്റെ വളരെ ലളിതമായ കാരണമായി നമുക്ക് പറയാം. ലോകത്തുള്ള പല സാമ്രാജ്യത്വ ശക്തികൾ അവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണവും പോർമുഖവും തെളിയിക്കുമ്പോൾ ഇറാന് ചുരുക്കം ചില രാഷ്ട്രങ്ങൾ മാത്രമാണ് കലവറയില്ലാത്ത പിന്തുണ നൽകുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ നാണക്കേടായി കണക്കാക്കാൻ കഴിയും. ആയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചു അട്ടഹസിച്ച് നടക്കുന്ന ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും. ഇത് ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ ഇറാന്റെ ചരിത്ര മുന്നേറ്റമായിരിക്കും എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഇറാൻ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്ന വാർത്തകൾ അത് ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ നടക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ എണ്ണശേഖരം മുഴുവൻ ഞങ്ങൾ ആക്രമിക്കും. അയൽ രാജ്യങ്ങളിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും ഗുണ്ടായിസം കാണിച്ചും തിണ്ണമുടുക്ക് കാണിച്ചും ഊറ്റിയെടുത്ത എണ്ണയ്ക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വില വട്ടപൂജ്യമാണെന്ന് വീണ്ടും എന്തുകൊണ്ടാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് വശമതരായി അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് താവളങ്ങളോ എയർബേസിനോ സ്ഥാപിക്കാതെ അമേരിക്കയോട് കാലഘട്ടങ്ങളായി ചേർത്ത് നിൽക്കുന്ന ഇറാൻ എന്ന രാജ്യം, ഇറാന്റെ സൈനിക ശക്തി എന്താണ് എന്നുള്ളത് ഇസ്രായേൽ നല്ലതുപോലെ അറിയുന്നതാണ്. ആണവായുധമില്ലാതിരുന്നിട്ടും ഇറാൻ നടത്തുന്ന പോരാട്ട വീര്യം അസാമാന്യമെന്ന് തന്നെയാണ് നെതന്യാഹുവും തുറന്നു സമ്മതിക്കുന്നത്. ആയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തിന് ശേഷം ആർത്തട്ടഹസിക്കാൻ ശ്രമിച്ച ഇസ്രായേലികൾക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം.